Get ready for a powerful message delivered through the art of street drama by 6B Boys. This thought-provoking performance will leave you pondering the issues that matter the most. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് രക്ഷിതാക്കളും അധ്യാപകരും. അതിനാൽ തന്നെ ഇവർ എന്തുകൊണ്ടും ബഹുമാനം അർഹിക്കുന്നു. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളതെന്തും മൊബൈലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിലെ ശരിതെറ്റുകൾ പറഞ്ഞു തരാൻ മൊബൈലിനാവില്ല. അതുകൊണ്ട് തന്നെ മൊബൈലിന് വേണ്ടി വാശി പിടിക്കുന്ന രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നതുവരെ എത്തി നിൽക്കുന്നു നമ്മുടെ പുതുതലമുറ. രക്ഷാകർതൃത്വം, വിദ്യാഭ്യാസം, ഈ രണ്ട് മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ. ആ മോളെ, നിനക്കുള്ള ചായ അടുക്കളയിലുണ്ട്, നീ എടുത്ത് കുടിക്കുമല്ലോ. ഹലോ. ഹലോ, ഞാനേ ഈ 2 പീലേ സാന്റെ ഒപ്പയാണ്. മനസ്സിലായി, പറഞ്ഞോളൂ. ആയിക്കോട്ടെ. എന്താ അറിയില്ല, അവിടുന്ന് ആരോ പട്ടി കൊണ്ട് അടിച്ചെന്നൊക്കെ പറഞ്ഞൊന്നും പരാതി അറിഞ്ഞു. എന്റെ കുട്ടികളെ തലക്ക അടിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ അടിച്ചാണെങ്കിൽ തന്നെ പട്ടി കൊണ്ടൊക്കെ എന്താ ഒരു അടിയൊക്കെ അങ്ങനെ പറഞ്ഞോ? ഫസ്റ്റ് പീരീഡ് എന്തോ ക്ലാസ് ടീച്ചറാന്ന് തോന്നുന്നു. ഫസ്റ്റ് പീരീഡ് തന്നെയാണ് പറഞ്ഞു. എന്റെ കൈ കിട്ടണൊക്കെ എടുത്ത് അടിച്ചാന്നുള്ള എന്താ ഇപ്പൊ മനസ്സിലായില്ല. ഇപ്പൊ ചെറിയ കുട്ടികളല്ലേ. ഇപ്പഴാ മനസ്സിലായത്. അവനെ അറ്റൻഡൻസ് എടുത്തോണ്ടിരുന്നപ്പോ ക്ലാസ്സില് ശബ്ദം ഉണ്ടാക്കിയപ്പോ ഞാൻ ആചർപ്പട്ടി കൊണ്ട് അവന്റെ തലക്കൊന്ന് അടിച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവുക. ആചർപ്പട്ടി തന്നെയല്ലേ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നോമ്പന്നേ പട്ടി കൊണ്ട് തലക്കടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനാകെ തെറ്റിദ്ധരിച്ച്. അത് ശരി. ഓക്കെ, ശരി, സോറി. എന്നാല് ഞാൻ പെട്ടെന്നേ തെറ്റിദ്ധരിച്ചു പോയത്. കൊഴപ്പല്ല, മക്കളല്ലേ, ചെറിയ മക്കളല്ലേ, സാരല്ലേ. ഓക്കെ, എന്നാ ശരി. എന്നാലേ കേട്ടോ. ഓക്കെ. അമ്മേ, ഒരു ദോശ കൂടി, പെട്ടെന്ന്. ഇതാ മോനെ ദോശ, പതുക്കെ കഴിച്ചാ മതി. അമ്മേ, ഇന്ന് അച്ഛൻ്റെ ലീവല്ലേ? അച്ഛൻ്റെ ബൈക്കുമായി ഞാൻ കോളേജിലേക്ക് പോകട്ടെ. ഇന്ന് എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഞാൻ പെട്ടെന്ന് വരാം. അച്ഛൻ നിന്നെ ആക്കി തന്നാ പോരെ? അതിനേക്കാളും നല്ല ഞാൻ നടന്നോളതാ. ശരി, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ദാ മോനെ ചാവി, സൂക്ഷിച്ചു പോകണേ. എടാ, ആ ഹെൽമെറ്റ് എടുത്ത് വെക്കടാ. ഞാൻ വെച്ചോളാം.
എടാ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ അച്ഛൻ മിക്കവാറും എനിക്കൊരു ഗിയറുള്ള സൈക്കിൾ വാങ്ങിത്തരും. നിനക്കൊരു സൈക്കിൾ ഉള്ളതല്ലേ? ആ, പക്ഷേ അതിന് ഗിയറില്ലല്ലോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ അച്ഛൻ എനിക്കൊരു പുതിയ ടാബ് വാങ്ങി തന്നു. ഓ, നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. അല്ലെങ്കിലും നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലേ. എടാ, നിനക്ക് സൈക്കിൾ കിട്ടിയോ? അല്ല, ഈ വീണിതെന്തു പറ്റി? എടാ, നിനക്ക് സൈക്കിൾ കിട്ടിയില്ലേ? ഇല്ലടാ, അച്ഛൻ്റെ കയ്യിൽ കാശില്ല, പിന്നീട് വാങ്ങുമെന്ന് പറഞ്ഞു. ഇന്നലത്തെ ഇവന്റെ അഹങ്കാരം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇവന്റെ അച്ഛന്റെ ചാർജ് തീർന്നെന്ന് തോന്നുന്നു. അയ്യേ അയ്യേ അയ്യേ. ആ മോനെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ എടുക്കട്ടെ? എടാ, നിനക്കിതെന്ത് പറ്റി? ചായ വേണ്ടേ? ശിക്ഷണവും ശാസനയും നല്ല ഭാവിക്ക് വേണ്ടി. സ്നേഹവും കരുതലും നല്ല തലമുറയ്ക്ക് വേണ്ടി. ആഗ്രഹിച്ചതെല്ലാം കിട്ടി ശീലിച്ച കുഞ്ഞു മനസ്സുകൾക്ക് നഷ്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാര്യങ്ങൾ ചിന്തിച്ച് സാവധാനം ചെയ്യുന്ന പഴയ തലമുറയെ ഒരിക്കലും പുച്ഛിക്കരുത്. ധൃതിയും എടുത്തുചാട്ടവും നാശത്തിലേക്കായിരിക്കാം. You portrayed every emotion so beautifully. We were truly transported into the story.